ഹലോ, എല്ലാവർക്കും LLB ജംഗ്ഷന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജുഡീഷ്യൽ ആക്ട്സ് ആസ് എ ജനറൽ എക്സെപ്ഷൻ എന്നുള്ള ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് വൈകിക്കേണ്ട ടോപ്പിക്കിലോട്ട് പോകാം. സെക്ഷൻ 77ഉം അതുപോലെ സെക്ഷൻ 78ഉം ആണ് ജുഡീഷ്യൽ ആക്ട്സ് എന്നുള്ള ജനറൽ എക്സെപ്ഷൻസിനെ കുറിച്ചിട്ട് ഡീൽ ചെയ്യുന്ന സെക്ഷൻസ് എന്ന് പറയുന്നത്. സോ സെക്ഷൻ 77ന്റെ അണ്ടറിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യൻ പീനൽ കോഡിന്റെ അണ്ടറിൽ ഒരു ഒഫൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു ആക്ട് ഏതൊരു വ്യക്തി കമ്മിറ്റ് ചെയ്താലും അയാളെ നമ്മൾ കുറ്റവാളിയായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. ബട്ട് ഒരു ജഡ്ജ് ഈ ഒരു പെർട്ടിക്കുലർ ആക്ട് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ബട്ട് അദ്ദേഹം എങ്ങനെയാണ് അത് പ്രവർത്തിച്ചിട്ടുള്ളത്? അദ്ദേഹത്തിന് നിയമപ്രകാരം നൽകിയിട്ടുള്ള ഏതെങ്കിലും ഒരു പവർ വിനിയോഗിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഈ ഒരു പെർട്ടിക്കുലർ ആക്ട് കമ്മിറ്റ് ചെയ്തിട്ടുള്ളത്. അതല്ലെങ്കിൽ അദ്ദേഹം ഗുഡ് ഫെയ്ത്തിൽ ബിലീവ് ചെയ്യുന്നുണ്ട്, തനിക്ക് ഇന്ന റൈറ്റ്സ് ഒക്കെ നിയമപ്രകാരം ഉണ്ട്. സോ ആ ഒരു ഗുഡ് ഫെയ്ത്തിൻ്റെ മുകളിലാണ് അദ്ദേഹം ഈ ഒരു പെർട്ടിക്കുലർ ആക്ട് കമ്മിറ്റ് ചെയ്തിട്ടുള്ളത്. സോ അങ്ങനെ ഒരു ജഡ്ജ് കമ്മിറ്റ് ചെയ്യുന്ന ആക്ട്സിനെ നമ്മൾ ഒരിക്കലും ഒരു ഒഫൻസ് ആയിട്ട് കണക്കാക്കില്ല എന്നാണ് ഈ സെക്ഷൻ 77 പറയുന്നത്. സോ ഒരു ജഡ്ജ് നിയമാനുസരണം ഒരു പെർട്ടിക്കുലർ ആക്ട് കമ്മിറ്റ് ചെയ്തു, ബട്ട് ആ ആക്ട് വേറൊരു വ്യക്തികളാണ്, അതായത് ജഡ്ജ് അല്ലാണ്ട് വേറൊരു വ്യക്തി കമ്മിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ആക്ടിനെ നമ്മൾ ഒരു ഒഫൻസ് അല്ലെങ്കിൽ ഒരു ക്രൈം ആയിട്ടായിരിക്കും കരുതിയിട്ടുണ്ടാവുക. ബട്ട് ഇദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള പവറിൻ്റെ പുറത്തോ അതല്ലെങ്കിൽ ഗുഡ് ഫെയ്ത്തിൻ്റെ പുറത്തോ ഒക്കെയാണ് ഈ ഒരു പെർട്ടിക്കുലർ ആക്ട് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടാവുക. സോ അങ്ങനെയുള്ള ആക്ടിനെ നമ്മൾ എന്തായിട്ട് കണക്കാക്കില്ല, ഒരു ഒഫൻസ് ആയിട്ട് കണക്കാക്കില്ല എന്നാണ് സെക്ഷൻ 77ന്റെ അണ്ടറിൽ പറഞ്ഞിട്ടുള്ളത്. ഞാനൊരു ഇല്ലുസ്ട്രേഷൻ വഴി ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം. എ ജഡ്ജ് പണിഷസ് ബി വിത്ത് ഡെത്ത് പെനാൽറ്റി. എ എന്നൊരു ജഡ്ജ് ബി എന്നുള്ള ഒരു വ്യക്തിക്ക് ഡെത്ത് പെനാൽറ്റി കൊടുത്തിട്ട് പണിഷ് ചെയ്യുകയാണ്. സോ ഈ ഒരു പെർട്ടിക്കുലർ സർക്കംസ്റ്റൻസസിൽ എ എന്നുള്ള വ്യക്തി മർഡർ കമ്മിറ്റ് ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹം സെക്ഷൻ 77ന്റെ അണ്ടറിൽ പ്രൊട്ടക്ട് ചെയ്യപ്പെടും. കാരണം എന്താണ്? നിയമാനുസരണം അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള പവറാണ് അദ്ദേഹം എക്സസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മളിവിടെ നോക്കാൻ പോകുന്നത് സെക്ഷൻ 78 ഓഫ് IPC കുറിച്ചിട്ടാണ്. സെക്ഷൻ 78 ഓഫ് IPC എന്ന് പറയുന്നത് സെക്ഷൻ 77ന്റെ ഒരു റിസൾട്ടാണ്, അല്ലെങ്കിൽ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് എന്നൊക്കെ നമുക്ക് പറയാം. അതായത് ഒരു കോടതിയുടെ ഓർഡറിൻ്റെ അണ്ടറിൽ അതല്ലെങ്കിൽ ഒരു കോടതിയുടെ ജഡ്ജ്മെൻറ്റ് എൻഫോഴ്സ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഏതെങ്കിലും ഓഫീസേഴ്സ് ഒരു പെർട്ടിക്കുലർ ആക്ട് കമ്മിറ്റ് ചെയ്തു. ആ ആക്ട് സാധാരണ രീതിയിൽ ഒരു ക്രൈമായി മാറിയേക്കാവുന്ന ഒന്നാണ്. ബട്ട് ഇവർ ഈ ആക്ട് കമ്മിറ്റ് ചെയ്തിട്ടുള്ളത് ഈ കോടതിയുടെ ജഡ്ജ്മെൻറ്റ് നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. സോ അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ ഈ ഒരു പെർട്ടിക്കുലർ ആക്ട് കമ്മിറ്റ് ചെയ്തിട്ടുള്ള ഓഫീസേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യും? ഈ ക്രൈമിൽ നിന്ന് എക്സംപ്റ്റ് ചെയ്യും. അതായത് അവർ യാതൊരു വിധത്തിലുള്ള ക്രൈമും കമ്മിറ്റ് ചെയ്തിട്ടില്ല എന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇപ്പം ഈവൻ ആ കോടതിക്ക് അങ്ങനെ ഒരു പെർട്ടിക്കുലർ ജഡ്ജ്മെൻറ്റ് പാസ്സാക്കാനുള്ള ജൂറിസ്ഡിക്ഷൻ ഇല്ലെങ്കിൽ പോലും ആ ഒരു പെർട്ടിക്കുലർ ഓഫീസർ വിശ്വസിച്ചിരുന്നത് ഈ കോടതിക്ക് ഇങ്ങനെയൊക്കെ ജഡ്ജ്മെൻറ്റ് പാസ്സാക്കാനുള്ള അധികാരം ഉണ്ട് എന്നുള്ള രീതിയിലാണ്. ആൻഡ് ആ ഒരു പെർട്ടിക്കുലർ വിശ്വാസത്തിൻ്റെ പുറത്താണ് അദ്ദേഹം ആക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ പോലും അദ്ദേഹത്തിനെ ഈ ഒരു പെർട്ടിക്കുലർ ക്രൈമിൽ നിന്നോ അല്ലെങ്കിൽ ഒഫൻസിൽ നിന്നൊക്കെ എക്സംപ്റ്റ് ചെയ്യും എന്നാണ് സെക്ഷൻ 78 ഓഫ് IPC പറഞ്ഞിട്ടുള്ളത്. സോ ഏതെങ്കിലും ഒരു ഓഫീസർ ഒരു പെർട്ടിക്കുലർ ജഡ്ജ്മെൻറ്റ് അതല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഓർഡർ നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ട്. സാധാരണ രീതിയിൽ ആ ഒരു പ്രവൃത്തി ഒരു ഒഫൻസായിട്ട് മാറിയേക്കാവുന്ന ഒന്നാണ്. ബട്ട് ഇദ്ദേഹം അത് പ്രവർത്തിച്ചിട്ടുള്ളത് ഒരു കോടതി വിധി നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. സോ അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന് ഈ ക്രൈം അല്ലെങ്കിൽ ഈ ഒഫൻസ് എന്നുള്ള ആ ഒരു ഹെഡിൽ നിന്ന് എക്സംപ്റ്റ് ചെയ്യും എന്നാണ് സെക്ഷൻ 78 ഓഫ് IPC പറയുന്നത്. ഈവൻ ദോ ആ ഒരു പെർട്ടിക്കുലർ കോടതിക്ക് ആ ഒരു ജഡ്ജ്മെൻറ്റ് പാസ്സാക്കാനുള്ള അധികാരം അല്ലെങ്കിൽ ജൂറിസ്ഡിക്ഷൻ ഇല്ലെങ്കിൽ പോലും ആ ഓഫീസർ ബിലീവ് ചെയ്തിരുന്നത് എന്താണ്? ഈ കോടതിക്ക് ഇതിനൊക്കെയുള്ള ജൂറിസ്ഡിക്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. ആൻഡ് അദ്ദേഹം ഗുഡ് ഫെയ്ത്തിൻ്റെ പുറത്താണ് അത് ആക്ട് ചെയ്തിട്ടുള്ളതെങ്കിലും അദ്ദേഹത്തിന് ഈ ഒരു പെർട്ടിക്കുലർ ഓഫൻസിൽ നിന്ന് എക്സംപ്റ്റ് ചെയ്യും എന്നാണ് സെക്ഷൻ 78 ഓഫ് IPC പറഞ്ഞിട്ടുള്ളത്. ഒരു ഇല്ലുസ്ട്രേഷൻ നോക്കാം. ആൻ ഓഫീസർ ഓഫ് ദ കോർട്ട് അറസ്റ്റഡ് ബി ഫോളോയിങ് കോർട്ട്സ് ഓർഡർ. കോടതിയുടെ
വിധി പ്രകാരം അതല്ലെങ്കിൽ കോടതിയുടെ ഓർഡർ പ്രകാരം എ എന്നുള്ള ഒരു കോർട്ട് ഓഫീസർ ബി എന്നുള്ള ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു സന്ദർഭത്തിൽ എ യാതൊരു വിധത്തിലുള്ള ഒഫൻസ് കമ്മിറ്റ് ചെയ്തിട്ടില്ല. കാരണം എന്താണ്? അദ്ദേഹം കോടതി വിധി അനുസരിച്ചിട്ടാണ് ബി എന്നുള്ള വ്യക്തിയെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു കേസിൽ നോക്കാം. കപൂർ ചന്ദ് വേഴ്സസ് സ്റ്റേറ്റ്. In persons of an order of the magistrate, the accused had withdrawn the property of his wife from her control without her consent. അതായത് മജിസ്ട്രേറ്റിന്റെ ഓർഡർ പ്രകാരം അതല്ലെങ്കിൽ മജിസ്ട്രേറ്റിന്റെ ഓർഡർ അനുസരിച്ചിട്ട് ഈ കേസിലെ അക്യൂസ്ഡ് എന്ത് ചെയ്തു? സ്വന്തം ഭാര്യയുടെ കൺസെന്റ് ഇല്ലാണ്ട് തന്നെ ആ ഭാര്യയുടെ പേരിലുള്ള പ്രോപ്പർട്ടി അദ്ദേഹം വിഡ്രോ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു പെർട്ടിക്കുലർ സർക്കംസ്റ്റൻസസിൽ നമ്മുടെ അക്യൂസ്ഡ് യാതൊരു വിധത്തിലുള്ള ഒഫൻസും കമ്മിറ്റ് ചെയ്തതായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയില്ല. കാരണം അദ്ദേഹം മജിസ്ട്രേറ്റിന്റെ ഓർഡർ പ്രകാരമാണ് അത് വിഡ്രോ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അതുകൊണ്ട് തന്നെ അദ്ദേഹം സെക്ഷൻ 78 ഓഫ് IPCയുടെ അണ്ടറിൽ പ്രൊട്ടക്ട് ചെയ്യും എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എഫക്റ്റീവ് ആയി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.